ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ വലിയ ആൾക്കാരോ ചെറിയ ആൾക്കാരോ കൊച്ചു കുട്ടികൾക്കോ ഷുഗർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണ ചെറിയൊരു ചെടിയുണ്ട്, ഷുഗർ ചീര എന്ന് പറയുന്ന ചെടി. അപ്പൊ ആ ചെടി കാണാൻ വേണ്ടിട്ട് നമുക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ പൊടിമൂള് പറഞ്ഞു തന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ മിക്ക വീട്ടിൽ ചെന്നാലും ഒരുവിധ ആൾക്കാർക്ക് ഇങ്ങനെ കൂടുതൽ മധുരം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതായത് ഒരുവിധം വീട്ടുകളിലും ഇപ്പൊ ഷുഗർ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ഒരാള് നമുക്ക് പറഞ്ഞു തന്നാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഷുഗർ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് 530 അങ്ങനെ ഷുഗർ ഉണ്ട്. അപ്പൊ അമ്മ ഇൻസുലിൻ കുത്തിവെക്കുന്നുണ്ട്, 2-3 പ്രാവശ്യം കുത്തിവെക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ കുറെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഈ പ്രാഷൻ പൂട്ടിന്റെ ഇല, പിന്നെ ഞാവലിപ്പഴത്തിന്റെ ഈ എന്താ പറയാ തൊലി ഒക്കെ വെള്ളത്തിൽ ചൂടാക്കി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങനെ നമ്മളെ പണി മേസ്ത്രി പണിയാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മയുടെ ഷുഗറും കാര്യങ്ങളും എന്റെ അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് എന്റെ അമ്മ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്, എന്റെ മേനയ്ക്ക് ചേച്ചിക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിനായിട്ട് ദൈവം സഹായിച്ചില്ല. അപ്പോൾ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പോയാലും ഈ ഷുഗറിനെ കുറിച്ചിട്ട് എന്റെ കൂടെ പണിയുന്ന ആൾക്കാർക്കും ഉണ്ട്, കുറച്ച് പേർക്ക്. അപ്പൊ പൊടിമോള് കുറച്ചെടുത്ത് തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞു, കുട്ടികൾക്കുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവിന്റെ ഒരു ചേച്ചിയുടെ മോൾക്ക് ഇപ്പൊ 11 വയസ്സായിട്ടുള്ള അമ്മയാന്നാണ് പേര്. അപ്പൊ ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ 450-500 ഷുഗർ ഒക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും വരും. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു മരുന്നുണ്ട്, അത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ്. അപ്പൊ ആ മരുന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് ഉപകാരപ്പെടാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പൊ അത് കാണിച്ചു തരാനും പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ചെടിയാണ് കേട്ടോ. ഇതിനെ ഇതാക്കണ്ട, ഞാന് എന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പണി സ്ഥലത്തുനിന്ന് ഒടിച്ചു കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടില് ഷുഗർ ചീര എന്ന് പറയുന്നത് ഒരുവിധ സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഇത് ഞാൻ ഇത്തിരി ദൂരത്തുനിന്ന് കൊണ്ടുവന്നു. ഇത്തിരി ദൂരത്തുനിന്ന് പറഞ്ഞ 10-15 കിലോമീറ്റർ ഞാൻ പണിക്ക് പോയ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനെ ഷുഗർ ചീര എന്നാണ് അറിയപ്പെടാട്ടാ. കണ്ട ഷുഗർ ചീര. അപ്പൊ പൊടിമോള് പറഞ്ഞ ഇതാണ് ഷുഗർ ചീര. ഇതിന് കുറച്ച് കഴിക്കാൻ കുറച്ച് രീതികളുണ്ട്, അത് നമ്മൾ പറഞ്ഞു തരാം. ഉള്ള കാരണം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് പോവാട്ടാ. അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്ന രീതി പറയാനായിട്ട് നമ്മൾ എന്താ കാര്യം ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു കാര്യം പറയുമ്പോ അത് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഞാൻ പണി സ്ഥലത്ത് പോയപ്പോ എന്റെ കൂടെ പണിയുന്ന ഒരു ചേട്ടന്റെ അമ്മായിക്ക് ഇത് ചെയ്തിട്ട് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ ഉള്ള ഒരു കൊമ്പ് ഒടിച്ചോണ്ടെന്ന് ഇവിടെ പൂച്ചിട്ട്, ഇതിപ്പോ എന്നെ ഭാര്യ വീടാണ് കേട്ടാ. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വീട്, ഇതിപ്പോ ന്യൂസിന്റെ വീടാണ്. അപ്പൊ ഇതിന്റെ ഇതെന്തിട്ടാന്ന് വെച്ചാൽ ഞാനിങ്ങനെ അമ്മേരെ അവിടേക്ക് കുറച്ച് കൊണ്ടുപോയിട്ട് 2-3 കമ്പ് അവിടെ ഇവിടെ പൂച്ചിട്ട് അതൊക്കെ ഇപ്പൊ വലുതായി. അപ്പൊ എന്റെ അമ്മയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 550 അങ്ങനെ 500 490 അങ്ങനെയൊക്കെയാണ് ഷുഗർ. അപ്പൊ അമ്മ എന്നല്ല 2 ദിവസം 3 ദിവസം കൂടുമ്പോ ഈ ഷുഗർ ചെക്ക് ചെയ്യാനൊക്കെ പോകും, ഇൻസുലിനും കാര്യങ്ങളൊക്കെ കുത്തിയേക്കില്ലേ. അപ്പൊ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ അത് കഴിച്ചിട്ട് പിന്നെ എന്താ പറയാ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ അമ്മയ്ക്ക് ഈ 500 ഉള്ള അമ്മയ്ക്ക് ഷുഗറുള്ള അമ്മയ്ക്ക് 150-140 ആ റേഞ്ചിലേക്ക് ഷുഗർ കുറഞ്ഞു. ഷുഗർ കുറഞ്ഞപ്പോ ആ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ലാബിലത്തെ കുട്ടികളെന്നെ ചോദിച്ചു, എന്ത് മരുന്നാ കഴിച്ചേ, ഇതെങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ. അതായത് അമ്മ ഒരാഴ്ചയിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ആകെ 30-25 അത് ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ആണ് അങ്ങനെ വരാറ്. അപ്പോ ഈ ലാബിലത്തെ കുട്ടികൾ അങ്ങനെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഇങ്ങനെ എന്റെ മോനൊരു ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു. അപ്പൊ അത് അവൻ പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞ രീതിയിൽ കഴിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ അമ്മയ്ക്ക് പേടിയായി സത്യത്തില് ഇനി അത് വേറെ വല്ല ദോഷം ചെയ്യും. അപ്പൊ ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പൊ ഇത് കഴിക്കാനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ കഴിച്ച് കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. ആർക്കെങ്കിലും ഒരുപാട് പേര് ഷുഗർ ഉള്ളവരൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാട്ടോ. ഇതിനല്ല ഇത് എങ്ങനെ കറക്റ്റ് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതിനെ കുറച്ച് വേവ് കൂടുതലാണ്. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തിങ്കളാഴ്ച ഇത് നമ്മൾ കുറച്ചെടുത്ത് ഈ നമ്മള് ചീര കറി വെക്കില്ലേ, ചീര വാട്ടി കഴിക്കില്ല, അതിന് വല്ല നാളികേര വല്ല ഇടാം, അതിൽ വേണ്ടെങ്കിൽ ഇടണ്ട. അത് എടുത്തിട്ട് നമ്മൾ അതുപോലെ തിങ്കളാഴ്ച കുറച്ച് കഴിക്കുക. ഇത് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. ചീര കൂട്ടാൻ വെക്കണ പോലെ ഉണ്ടാക്കാം, പിന്നെ വാട്ടിയിട്ട്
ചീരക്കറി വെക്കണ പോലെ ഇതാക്കിയിട്ട് പരിപ്പും ഇതും ആ കൂടിയിട്ട്. പരിപ്പ് അല്ല ഇത് മൊത്തത്തിൽ റെഡിക്ക് പറയണ ചീര വെക്കണ പോലെ ഒന്നും ഇടാണ്ട് നേരെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇത് ബുധനാഴ്ച കഴിക്കുക. ബുധനാഴ്ച കഴിക്കുക. അതിനുശേഷം നമ്മൾ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ കഴിക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഒരു വട്ടം കൂടി അടുത്ത ആഴ്ച റിപ്പീറ്റ് ചെയ്യുക. അതായത് തിങ്കളാഴ്ച, ബുധനാഴ്ച, ഞായറാഴ്ച. പിന്നെ ഇത് അപ്പൊ നമ്മൾ ഇത് അങ്ങനെ 2 ആഴ്ചയിൽ 6 പ്രാവശ്യം കഴിക്കുക. അല്ല 2 ആഴ്ചയിൽ 6 പ്രാവശ്യം കഴിക്കുക. നിങ്ങൾ എന്ത് മരുന്ന് ചെയ്യണ്ടെങ്കിൽ ആ മരുന്ന് നിങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നു. അതായത് ഇൻസുലിൻ കുത്തുന്ന പോലെ ഇൻസുലിൻ കുത്തിയ ഗുളിക കഴിക്കുന്ന ഒരു ഗുളിക കഴിച്ചാൽ അത് ഇതായിട്ടൊരു ഇതുമില്ല. ഇത് വേറൊരു നമ്മൾ ഈ പറയുന്ന പോലെ കെമിക്കലോ കാര്യങ്ങളോ വേറൊരു ഇതിൽപ്പെട്ട ഇതല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയിൽ 6 ദിവസം കഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% ഞാൻ അത്രയും ഗ്യാരണ്ടി പറയണം കേട്ടോ. എൻ്റെ അമ്മയ്ക്കും പിന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ അമ്മമാർക്കും മാമയ്ക്കും മേമയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയണത് കേട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഒരു രോഗം വരുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് വരുന്ന പോലെ ചെയ്യരുതല്ലോ. അതിനുശേഷം നിങ്ങൾ ഷുഗർ കുറയുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച തൊട്ട് അത് നിങ്ങൾ 2 ദിവസമാക്കുക. അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കഴിക്കുക. എന്നിട്ടും അതേപോലെ രണ്ടാഴ്ച ഇതുപോലെ ചെയ്തിട്ട് അപ്പൊ 4 പ്രാവശ്യം കഴിഞ്ഞു. 2 ആഴ്ച ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പോയിട്ട് ഷുഗർ നോക്കാം. അപ്പൊ ഷുഗർ നോക്കുമ്പോൾ നമ്മൾ ഒരാൾക്കും ഷുഗർ മാറും എന്നുള്ള ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷെ ഷുഗർ കുറയും എന്നുള്ളത് ഞാൻ 100-99% ഗ്യാരണ്ടി തരണം. അതിനുശേഷം നിങ്ങൾ ചെയ്യണ മരുന്നുകളൊക്കെ ചെയ്തോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതിനനുസരിച്ചിട്ട് ഇത് കഴിക്കൽ കുറച്ച് വരും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാക്കുക. പിന്നെ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം കഴിക്കും. അതായത് ഇതിന്റെ ഒരു കറ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ നമ്മൾ ഷുഗർ വരുന്ന ഒരു സാധനത്തിനെ വലിച്ചെടുത്ത് അങ്ങനെ കളയുന്നതാണ് നമ്മുടെ ഒരു ഇത് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാനിത് എൻ്റെ അമ്മയും മേമമാരും അങ്ങനെ ചെയ്തത് കൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. ഇത് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യണത്. ഇപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഇനിയിപ്പോ ഇത് ഇഷ്ടാവില്ല എന്നല്ല, നമുക്ക് എന്തായാലും ഒരു ദോഷമില്ലാത്തൊരു സംഭവമാണ്. ഇതിന് പറയുന്നത് ഷുഗർ ചീരയാണ്. നിങ്ങളൊന്ന് കണ്ടുവെച്ചോ. ഇതിന്റെ ഒരു കൊമ്പ് ഈ ഒരു കൊമ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ കൊമ്പ് നല്ല രീതിയിൽ വലുതാവും. ഇപ്പൊ കണ്ട ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ ആവും. അത് അവിടെ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇവിടെ അമ്മായിമാര് വീട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അത് ആരും ഉപയോഗിക്കില്ല. എന്നാലും ഞാൻ ഇവിടെ അടുത്ത പുറത്തുള്ള ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട പൊടിമുളക് പറയും, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.